ഓൺലൈനിലേക്ക് മാറുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഓൺലൈൻ കോഴ്സുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ചിട്ട് ഈ കൊറോണ വരുന്ന സമയത്ത് ആരുടെയും മനസ്സിലില്ല. സ്വാഭാവികമായിട്ടും ഒരാഴ്ചത്തേക്ക് എന്നുള്ള രീതിയിലാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ എന്താ പറയുക വീട്ടിൽ നിൽക്കുന്നത്. അപ്പം ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും വന്ന് തുറക്കാമെന്നുള്ള സങ്കല്പത്തിലാണ്. അപ്പോൾ നമ്മുടെ ഓഫീസിലെ ഫോണുകളാണെങ്കിലും ലാപ്ടോപ്സ് ആണെങ്കിലും എല്ലാം ഇവിടെയാണ്, പുസ്തകങ്ങൾ അബാക്കസ് ഒക്കെ ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വരുമാന മാർഗം നിന്ന് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള സ്ഥാപിച്ച് നിൽക്കുമ്പോഴാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം വലിയ ഉപകാരമായിട്ട് എനിക്ക് വരുന്നത്. സമയം കൊല്ലിയാണ് എന്ന് എല്ലാവരും പറയുന്ന സമയത്ത് എനിക്കതിനെ സത്യം പറഞ്ഞാൽ ഒരുപാട് നന്ദിയോടുകൂടി മാത്രമേ ഫേസ്ബുക്കിന് ഓർക്കാൻ പറ്റൂ. കാര്യം എന്താ വെച്ചാൽ അതിലൂടെ ലൈവായിട്ട് ഞാൻ പാരൻസിനോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഞാൻ അടുത്ത ആഴ്ച ഓൺലൈനിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കും. അപ്പോൾ ഫേസ്ബുക്ക് ലൈവാണ് പോണേ. അപ്പോൾ കുട്ടികൾ അപ്പുറത്തിരുന്ന് ഇത് പ്രാക്ടീസ് ചെയ്യോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്തു ഒരു ധൈര്യത്തിൽ. കാര്യം വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ ലൈവായിട്ട് ഫേസ്ബുക്കിൽ നിങ്ങൾ നോക്കിയാൽ എൻ്റെ ഫേസ്ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോഴും ആ വീഡിയോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. അപ്പോൾ ലൈവായിട്ട് അവർക്ക് ക്ലാസ് കൊടുത്തു തുടങ്ങി. കുട്ടികൾ ഉണ്ടോ അറിയില്ല.